In the picture, a line through the center of a circle cut a chord into two parts. What is the radius of the circle? ചിത്രത്തില് വൃത്തകേന്ദ്രത്തിലൂടെയുള്ള ഒരു വര ഞാണിനെ രണ്ടായി ഭാഗിക്കുന്നു. വൃത്തത്തിന്റെ ആരം എത്രയാണ്? ഓക്കെ, നമുക്കൊരു ചിത്രം തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ കാണാം, സെന്ററിൽ നിന്നും കോഡിലേക്ക് ഒരു 5 സെന്റിമീറ്റർ, കോഡിനെ രണ്ടാക്കിയിട്ട് ഭാഗിച്ചിട്ടുണ്ട്. ഒന്ന് 4 സെന്റിമീറ്ററും ഒന്ന് 6 സെന്റിമീറ്ററും. നമുക്ക് ഇവിടെ ഈ സർക്കിളിന്റെ അല്ലെങ്കിൽ ഈ വൃത്തത്തിന്റെ റേഡിയസ് എത്രയെന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ആ ചിത്രത്തില് നമ്മൾ ജസ്റ്റ് ഒന്ന് കൂട്ടി ആഡ് ചെയ്തു. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഓക്കെ, നിങ്ങൾക്ക് കാണാം OD ആണ് നമ്മളുടെ റേഡിയസ്. അതിന് ഞാൻ R എടുത്തിട്ടുണ്ട്. ഓക്കെ, OD ആണ് നമ്മളുടെ റേഡിയസ്. നമ്മുടെ സർക്കിളിൽ രണ്ട് കോഡുകൾ പരസ്പരം മുറിച്ച് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ആ കോഡുകളുടെ ഭാഗങ്ങളുടെ ഗുണിതങ്ങൾ തുല്യമായിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം, AB എന്ന് പറയുന്ന ഒരു കോഡും CD എന്ന് പറയുന്ന ഒരു കോഡും. ഏതൊക്കെയാ? AB എന്ന് പറയുന്ന ഒരു കോഡും CD എന്ന് പറയുന്ന ഒരു കോഡും പരസ്പരം P എന്ന് പറയുന്ന പോയിന്റിൽ മുറിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ PA into PB equal to PC into PD ആണ്. ഇത് വൃത്തത്തിനുള്ളിൽ മുറിച്ച് കിടക്കുന്നതുകൊണ്ടാണ് കേട്ടോ. ഇങ്ങനെ പല രീതിയിൽ വരുന്നുണ്ട്. സർക്കിളിനുള്ളിൽ മുറിച്ച് കിടക്കുമ്പോൾ PA into PB equal to PC into PD എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇവിടെ തന്നിട്ടുള്ള ഓരോ ലെങ്ത്തുകൾ നമ്മളൊന്ന് കൊടുക്കാൻ പോവാണ്. PA യുടെ വാല്യൂ നമുക്കറിയാം 4 ആണ് അല്ലെ. PA എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 4 സെന്റിമീറ്റർ ആണ്. PB എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണ്. ദെൻ PC നിങ്ങൾക്ക് അറിയാം, ഇവിടെ ഈ കാണുന്ന ഈ ചെറിയൊരു ഭാഗമാണ്. അത് എങ്ങനെയാണ് R-5 വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, OC എന്ന് പറയുന്നത് ശ്രദ്ധിച്ചു നോക്കുക, O തൊട്ട് C വരെയുള്ള ലെങ്ത് എന്താണ്? റേഡിയസ് ആണ് അല്ലെ. O തൊട്ട് C വരെയുള്ള നീളം എന്താണ്? റേഡിയസ് ആണ്. റേഡിയസിനെ നമ്മൾ എടുത്തിട്ടുള്ളത് R എന്നാണ്. ഓക്കെ, അപ്പൊ ആ റേഡിയസിൽ നിന്നും OP മൈനസ് ചെയ്ത് കഴിഞ്ഞാലല്ലേ നമുക്ക് CP കിട്ടുക. OCയിൽ നിന്നും OP പോയാലാണ് നമുക്ക് CP അല്ലെങ്കിൽ PC കിട്ടുക. OP യുടെ നീളം 5. അപ്പൊ റേഡിയസ് ആയ R ൽ നിന്നും എന്ത് പോണം? 5 പോണം. അങ്ങനെയാണ് R-5 വന്നത്. ഇനി PD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, OD എന്ന് പറഞ്ഞാൽ റേഡിയസ്. ഓക്കെ, OD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയസ്. ആ റേഡിയസിലൂടെ എന്തും കൂടി കൂടണം? OP കൂടി കൂടുമ്പോഴാണ് PD ആവുക. അപ്പൊ PD എന്ത് വരും? R+5. ഓക്കെ ആണല്ലോ. അപ്പൊ R-5 into R+5, A-B into A+B. എന്താ A-B into A+B? A square minus B square. അപ്പൊ ഇവിടുത്തെ A എന്ന് പറയുന്നത് R ആണ്. അപ്പൊ R² minus 5 square. ഓക്കെ, A-B into A+B equal to A square minus B square. ഇനി അടുത്ത് 24 equal to R² minus 5 square. 5ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25. അപ്പൊ 25. ഇനി ഈ 25 നമ്മൾ അപ്പുറത്തോട്ട് കൊണ്ടുപോകുക. 25 ഇവിടെ മൈനസ് ആണ്, അപ്പുറം ചെല്ലുമ്പോൾ എന്താവും? പ്ലസ് ആവും. അപ്പൊ 24 plus 25, that is 24 plus 25 equal to R². എത്രയാ 24 plus 25? It's 49. ഓക്കെ, നമുക്ക് R² equal to 49 എന്ന് കിട്ടും. R² 49 ആണെന്നുണ്ടെങ്കിൽ R എന്തായിരിക്കും? സ്ക്വയർ കളയാൻ റൂട്ട് എടുക്കണം. Then R equal to root 49, then R equal to 7. അപ്പൊ റേഡിയസ് എത്രയാ? 7 സെന്റിമീറ്റർ. നമ്മളുടെ റേഡിയസ് കാണാനല്ല പറഞ്ഞത്. അപ്പൊ റേഡിയസ് കിട്ടിയ എത്രയാ? 7.